ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ഫണ്ണു ബാബിയും കൂട്ടിലെ ഈവനിങ് എന്തൊക്കെ ചെയ്തെന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നൈറ്റാണ് ഞാൻ വോയിസ് കൊടുക്കണത് ഫണ്ണു ബാബി ഉറങ്ങിയതിന് ശേഷം. കാരണം അവളപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞ് പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ വരുന്ന കാണാൻ നല്ല രസമാണ്, പക്ഷെ ഉള്ളിടും. അപ്പോൾ നമുക്ക് വോയിസ് ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ വെച്ചിപ്പോൾ ചെയ്യാമെന്ന്. അപ്പോൾ അവന് ഞാൻ കുറുക്കുണ്ടാക്കാം കേട്ടോ. അപ്പോൾ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു ഇതിൽ കുറച്ച് ചൂടുവെള്ളം അവന് കുടിക്കാനുള്ളതും, അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ സെറിലാക്കാട്ടോ കൊടുക്കണേ. അപ്പോൾ അത് വെള്ളത്തിൽ നമ്മൾ കലക്കൂട്ടോ. പിന്നെ അടിച്ചു വാരാണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അടിച്ചു വാരൊന്നുമില്ല. എനിക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണ ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാത്ത ദിവസമൊക്കെ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഏട്ടൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലൂസി ബാബി ഇതേ പ്ലേ പെനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വിറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കാട്ടണ കളികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരിരുന്ന് കളിക്കൂട്ടോ. അപ്പോൾ ഫോണിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞ് പടഞ്ഞു വന്നിട്ട് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അവനിപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ഫോണുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ കാണാം കേട്ടോ, നമ്മുടെ ഫണ്ണു ബാബി കണ്ടിട്ട് അത് ഇതാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസീനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അച്ഛനമ്മളെ സമയത്ത് ഫുൾ ടൈം ഞാനാണ് ബ്രഷ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ടൈമുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഫണ്ണു ഉച്ചയ്ക്ക് ഒരു ആഫ്റ്റർനൂൺ ഉറങ്ങി കഴിഞ്ഞിട്ട് ഈവനിങ് കുറച്ച് നേരം ഉറങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ്സ് ചെയ്തിട്ടാണ് ഞാൻ അവൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യണത്. ചിലപ്പോൾ നേരത്തെയാവും, ചിലപ്പോൾ വൈകിട്ടാവും കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ ആയിരുന്നു. അപ്പോൾ ലൂസീനൊക്കെ ബ്രഷ് ചെയ്തു സ്വസ്ഥതയിൽ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അകത്ത് ബ്രഷ് എടുത്ത് വയ്ക്കാൻ പോയപ്പോൾ നമ്മുടെ ഫണ്ണു ബാബി ആണെങ്കിൽ ഫോൺ കണ്ടു കേട്ടോ. അപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞ് പടഞ്ഞു വന്നിട്ട് ഓഫ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറുക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറുക്കൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ എപ്പോഴും TV കണ്ടിട്ട് ഒരു കാർട്ടൂൺ സോങ് ഉണ്ട്, ബേബി സോങ്സ് ഉണ്ട് കേട്ടോ. അത് കണ്ടാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അവന് ഫോണിൽ ക്യാമറ ഓൺ ചെയ്താൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ബേബി സോങ്ങും പിന്നെ 2-3 ടോയ്സ് അവൻ്റെ ഹൈ ചെയറിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ കൈ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ. ഇല്ലെങ്കിൽ അവൻ തട്ടി മാറ്റും, അല്ലെങ്കിൽ ഞാനൊരു കൈ പിടിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ്സ് ആവും കേട്ടോ ഫണ്ണു ബാബിയുടെ മൂഡ് അനുസരിച്ചിട്ട്. ഫണ്ണു ബാബിയുടെ മൂഡ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ കുക്കിംഗ് ആണെങ്കിലും ഇപ്പോൾ അടിച്ചു വാരാണെങ്കിലും എന്താണെങ്കിലും ഫണ്ണു ബാബിയുടെ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇന്ന് ഫണ്ണു ബാബി ഏട്ടൻ വരുന്ന വരെ നല്ല കുട്ടിയായിരുന്നു. ഏട്ടൻ വന്നതിന് ശേഷം ഫുൾ അലമ്പായിരുന്നു. അവിടെ ഓടി കളിക്കൽ, ഇവിടെ കിച്ചണിൻ്റെ അവിടേക്ക് പോവൽ, കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഓളും ലഹളൊക്കെ ആയിരുന്നു. ഞാനുള്ള സമയത്തൊക്കെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ തപ്പണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ടായിരുന്നു തപ്പുണ്ടായിരുന്നത്. കാരണം ഇതെല്ലാം വേറെ ഏതൊരു ചാനൽ വെക്കണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, എന്നിട്ട് കിട്ടിയില്ല തോന്നുന്നു. അവസാനം ഞാൻ എന്നിട്ട് റിമോട്ടൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഫണ്ണു ബാബിക്ക് കുറുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അത് മുഴുകിയിരിക്കുകയാണ് നമ്മളുടെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോഴാണെങ്കിൽ കൊടുക്കാൻ നല്ല എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാർട്ടൂൺ ഉണ്ടെങ്കിൽ അവൻ ഇരുന്ന് കണ്ടോളും. അപ്പോൾ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചോളും. പിന്നെ വെള്ളം കുടിക്കാൻ അത്ര മടിയാണ്, എന്നാലും ഞാൻ നിർബന്ധിച്ച് കൈയൊക്കെ പിടിച്ച് ഞാൻ വെള്ളം കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഒരു ഡക്കിൻ്റെയും ഇതൊക്കെയാണ്. നല്ല രസമായിട്ടോ കാണാൻ. ബേബി സോങ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല നല്ല കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കണ്ട് ഇരുന്ന് ഫുഡൊക്കെ ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവൻ അവിടെ ഇരുന്നു. ഞാനാണെങ്കിൽ ഒരു തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ ആണെങ്കിൽ അവനെ കുളിപ്പിക്കാനുള്ള ടൈമായി. അപ്പം ഞാനാണെങ്കിൽ അവനെ അവിടെ ഇരുത്തി അവനപ്പോൾ അവന് ഇഷ്ടമുള്ള കാർട്ടൂൺ മീൻസ് സോങ് ആണെങ്കിൽ ഇരുന്ന് കണ്ടോളും. ഇഷ്ടമില്ലാത്താണെങ്കിൽ അപ്പം ബഹളം വെച്ചോളും. അപ്പോൾ എപ്പോഴാണെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ അവിടെ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അധികവും കാര്യങ്ങളൊന്നും പറ്റില്ല, എനിക്ക് ഇത്തിരി ടൈം കിട്ടും. അപ്പോൾ ആ ടൈമിനുള്ളിൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റും ബെഡൊക്കെ ഒതുക്കായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഞാൻ അവൻ കഴിച്ചിട്ടുള്ള കുറുക്കിൻ്റെ പാത്രവും അതും പിന്നെ കഴുത്തിലിട്ടുന്ന സംഭവം അതൊക്കെ
കഴുകി വെച്ചിട്ടു. കഴുത്തിൽ എപ്പോഴും കെട്ടി കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഡ്രസ്സുമേ ഒക്കെ ആവും കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എപ്പോഴും കെട്ടി കൊടുത്തിട്ട് ആണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി ജസ്റ്റ് ഒന്ന് മുട്ടിക്കൊടഞ്ഞിട്ട് അവൻ കുളിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ടാണ് ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അവന് ഇടാനുള്ള ഡ്രസ്സും സ്നഗ്ഗിയും അതുപോലെ തന്നെ പൗഡറും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിട്ട് കുളിക്കാറ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായിട്ട് നടക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. മുന്നൊക്കെ ഞാൻ ആദ്യം അവനെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ ടൈം ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഇതാക്കാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ പൊണ്ണുബാബിനെ ഇപ്പോൾ എടുത്തുകൊണ്ടിട്ടു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ ഇപ്പോൾ പൊണ്ണുബാബി ഞാനും വരും കേട്ടോ. അപ്പോൾ ഇതേ ഞാനും പൊണ്ണുബാബി പോവാട്ടോ. അപ്പം ഞങ്ങളിതേ ഇതൊക്കെ ആക്കി കുളിച്ച് ഞങ്ങൾ വന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.